വെൽക്കം ടു സ്റ്റോറി സ്റ്റെല്ലർ ഭാഗം 41. പഴയ ഓർമ്മകൾ അമൃതയുടെ ആത്മാവിനെ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ സ്റ്റോർ റൂമിൽ നിന്ന് അവൾ അങ്ങനെ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. തനിക്കിനി ഒന്നും ചെയ്യാനില്ലാത്ത ഭൂതകാലത്തിലേക്ക് അവളുടെ ഓർമ്മകൾ തട്ടിത്തടഞ്ഞു. ഹൃദയത്തിൽ 1000 മുള്ളുകൾ കുത്തിയിറങ്ങുന്ന വേദനയോടെ അവൾ നിന്ന് കരഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പുള്ള പല കാര്യങ്ങളും തെളിമ പോവാതെ അവളുടെ മനസ്സിനെ നനയിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഭാവിയെ തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ആ രാത്രിയിലെ ഓർമ്മയിൽ നിന്ന് അവൾ വിറച്ചു. അങ്ങനെയല്ലായിരുന്നെങ്കിൽ താൻ ഇന്ന് ശ്രീദേവിന്റെ ഭാര്യയാണ്. അച്ഛന് അച്ഛനില്ലാണ്ട് കഴിയേണ്ടി വരില്ലായിരുന്നു. പണത്തിനു വേണ്ടി തനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തുന്നതിന്റെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. തനിക്ക് ഇത്രയ്ക്കും കണ്ണീര് കുടിക്കേണ്ടി വരില്ലായിരുന്നു. ഒരിക്കലും നടക്കാനിടയില്ലാത്ത അവളുടെ ഭാവിയെക്കുറിച്ച് അതിലെ സങ്കല്പങ്ങൾ അവളെ കൂടുതൽ കരയിപ്പിച്ചു. നാളെ മുതൽ ശ്രീദേവ് തന്റെയല്ല, അടുത്തില്ലെങ്കിലും തന്റെയാണെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ നാളെ മുതൽ തനിക്ക് ആരും അല്ലാതാവുന്നു. കാലങ്ങൾക്ക് ശേഷം കണ്ട ആ മനുഷ്യൻ ഇപ്പോഴും കരുതലോടെ തന്നെ കൊണ്ടു നടന്നതും എല്ലാം അവൾ ഓർത്തു. അവൻ അറിയില്ലെങ്കിലും തന്റെ കുഞ്ഞിന്റെ അച്ഛനാണ് ശ്രീദേവ്. നാളത്തെ ദിവസത്തിനു ശേഷമാണ് തന്റെ കുഞ്ഞിനെ ശരിക്കും ഒരു അച്ഛനില്ലാതാവുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ശബ്ദം പുറത്തു കേൾക്കില്ല എന്നുള്ള ഉറപ്പോടെ അവൾ അലമുറയിട്ട് കരഞ്ഞു. കരഞ്ഞു കരഞ്ഞ് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ ഒരു ബെഞ്ചിൽ തളർന്നിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു സിഗരറ്റും ലൈറ്ററും അവൾ കണ്ടത്. അവൾ അതെടുത്ത് വലിക്കാൻ ശ്രമിച്ചു. പുകവലി വലിയ ശീലമില്ലെങ്കിലും അപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മോചനം കിട്ടാൻ അവൾക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അവൾ അതെടുത്ത് കത്തിച്ച് ചുണ്ടിൽ വെച്ചു. ആദ്യത്തെ പുകയെടുത്തതും അവൾ ചുമച്ച് ചുമച്ച് വല്ലാണ്ടായി. മൂക്കുന്നും കണ്ണുന്നും എല്ലാം വെള്ളം വന്നു. രണ്ടാമത്തെ പുകയെടുത്തപ്പോ അവൾക്ക് ശ്വാസം പോലും കിട്ടാണ്ടായി. പെട്ടെന്ന് സ്റ്റോർ റൂമിന്റെ ഡോർ തുറന്ന് ഒരാൾ അകത്ത് കയറി. "നീ ഇവിടെയായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി?" ശ്രീദേവ് പരിഭ്രമത്തോടെ അന്വേഷിച്ചു. അവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അപ്പോഴും ശ്വാസം കിട്ടാതെ പിടഞ്ഞു. "എന്താ പറ്റിയ നിനക്ക്?" അവൻ ഓടി വന്ന് അവളുടെ അടുത്ത് താഴെ ഇരുന്നു. "നീ എന്നാ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്?" അവളുടെ കയ്യിലെ സിഗരറ്റ് കുറ്റി കണ്ട് അവൻ ചോദിച്ചു. അവൾ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. "ആഹാ, ആദ്യമായിട്ടാണല്ലേ? പറ്റുന്ന പണിക്ക് പോയാ പോരെ?" അവൻ അവളുടെ നെഞ്ച് തടവിക്കൊണ്ടു പറഞ്ഞു. അവൾ അപ്പോഴും കരയുന്നുണ്ടായിരുന്നോ? എത്ര ശ്രമിച്ചിട്ടും അവന്റെ മുന്നിൽ അവൾക്ക് ആ കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. എന്തു പറ്റി അമൃത? നീ എന്തിനാ കരയുന്നത്?" അവൻ വീണ്ടും അന്വേഷിച്ചു. അവളിങ്ങനെ കരഞ്ഞോണ്ട് പറയും, "എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. കരച്ചിലടക്കാൻ പറ്റുന്നില്ല ദേവ്." കരച്ചിലിനിടയിലും അവൾ പറഞ്ഞൊപ്പിച്ചു. "കരയല്ലേ, ഞാനല്ലേ പറയുന്നത്." അവൻ അവളുടെ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. അവന്റെ കൈ അവളുടെ കവിളിൽ തട്ടിയപ്പോൾ അവളുടെ കരച്ചിൽ ഇരട്ടിക്കുകയായിരുന്നു. എന്തോ വലിയ നഷ്ടബോധം അവളെ അലട്ടുന്നുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന് അവൾക്ക് തോന്നി. "അമൃതേ, കരയാതെ" എന്ന് പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. അവൾക്ക് തളരുന്ന പോലെ തോന്നി. അവന്റെ സ്പർശവും ചുംബനവും അവളെ മറ്റേതോ ലോകത്തെത്തിച്ചു. അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ചു. അവൾക്ക് അപ്പോഴും കരയാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. "സോറി ദേവ്, എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ലടോ. സോറി." ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന നേരത്ത് ചുംബിച്ചത് അവളെ കൂടുതൽ സങ്കടത്തിലാക്കി. അവൻ അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുംബിച്ചു. അവന്റെ ചൂടുശ്വാസം അവളെ കുളിർപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ കണ്ണിലും മൂക്കിലും കവിളിലും എല്ലായിടത്തും അവൻ ഉമ്മവച്ചു. ആ ചുംബനത്തിലൂടെ അവൾ സ്വയം അറിയാതെ അവരൊന്നായി. ഇരു ശരീരത്തിൽ നിന്നും ആത്മാവ് ഒറ്റ ശരീരത്തിലേക്ക് ഒതുങ്ങുന്നത് പോലെ. "ദേവ്, പറയാമൃത." അവൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. അവർ വീണ്ടും പ്രണയിതാക്കളായി ആലിംഗനം ചെയ്തു നിന്നു. അവൾ അവന്റെ കാതുകളിൽ പ്രണയത്തിന്റെ കവിതകൾ എഴുതി. ആ ഒരു ചുംബനം കൊണ്ട് അവരൊന്നാവാൻ തുടങ്ങി. പെട്ടെന്ന് അമൃത മാറി നിന്നു. "എന്താ അമൃത?" "ദേവ്, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല." "അമൃത, എന്താ ഇത്?" അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. "നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല ദേവ്." അവൾ ഉറപ്പിച്ചു പറഞ്ഞു. "അതെങ്ങനെയാ ശരിയല്ലാതാവുന്നത്?" അവൻ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. നാളെ നിന്റെ..." ഇത് മുഴുവിപ്പിക്കുമ്പോഴേക്കും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. "നാളെ എന്തു ആവട്ടെ, നമ്മളിപ്പോ ഈ നിമിഷത്തിലാണ്." അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു. "നമ്മൾ എന്തു പറഞ്ഞ് ന്യായീകരിക്കാനാ ദേവ്? നമ്മൾ ആരോടാ ന്യായീകരിക്കേണ്ടത്? ഇത് നമ്മുടെ ജീവിതമാണ്. നമ്മൾ നമ്മുടെ സന്തോഷം നോക്കിയാ പോരെ?" അവൻ ചോദിച്ചു. "ആ, നമ്മുടെ ജീവിതമാണ് ശരിയാണ്. പക്ഷേ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാ പോരല്ലോ. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങളില്ലേ?" അമൃത അവന്റെ കണ്ണിൽ നോക്കി ചോദിച്ചു. "അമൃത, ആരൊക്കെയാ നമ്മൾ ബോധിപ്പിക്കേണ്ടത്? ആരോടൊക്കെയാ സമ്മതം ചോദിക്കേണ്ടത്? എത്ര കൊല്ലായി നമ്മളിങ്ങനെ?" അവൻ വിഷമത്തോടെ പറഞ്ഞു. അമൃത നഷ്ടബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടാറായി. "നീ ആഗ്രഹിച്ചിട്ടില്ലേ അമൃത? ഒരിക്കൽ പോലും നീ ആഗ്രഹിച്ചിട്ടില്ലേ? എന്നോട് സത്യം പറ." അവൻ വീണ്ടും അവളുടെ മുഖം ഉയർത്തി ചോദിച്ചു. "ഞാൻ ആഗ്രഹിക്കാതിരിക്കേ ചെയ്യട്ടെ? അതല്ലല്ലോ ഇവിടുത്തെ കാര്യം." അവൾ കഷ്ടപ്പെട്ട സംസാരിച്ചുകൊണ്ടിരുന്നത്. "നോക്ക്, നാളെ നിന്റെ വിവാഹമാണ്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ആരുമല്ല." പിന്നെ അവൾക്ക് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. "അമൃത, നീ വേണ്ടെന്നൊരു വാക്കു പറഞ്ഞാ ഞാൻ അവളെ ഉപേക്ഷിക്കും. ഈ കല്യാണം തന്നെ ഞാൻ വേണ്ടെന്ന് വെക്കും. പക്ഷേ നീ പറയണം, എന്റെ മുഖത്ത് നോക്കി പറയണം." അവൻ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് കരച്ചിലടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ചുണ്ടുകൾ വിറച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവളുടെ കണ്ണീരിൽ അവനാകെ നനഞ്ഞു.
അവൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നേ അവൾ ഒട്ടും കരുതിയിരുന്നില്ല. തനിക്ക് വേണ്ടി വിവാഹം ഉറപ്പിച്ച പെണ്ണിനെ വേണ്ടെന്ന് വെക്കുമെന്ന് അവൻ പറയുമെന്ന് അവൾ ഒട്ടും കരുതിയില്ല. പറ അമൃത, നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്റെ വിവാഹം? നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അവൻ പറഞ്ഞു. ദേവ്, അതൊന്നും ശരിയല്ല. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതൊന്നും റിയൽ അല്ല ദേവ്. ഇപ്പോഴത്തെ ഒരു ഫാന്റസിയുടെ പുറത്ത് തോന്നുന്നതാ. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. റിയൽ അല്ലെന്നോ? ഫാന്റസി ആണെന്നോ? നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി? നമ്മൾ റിയൽ അല്ലേ? നമ്മുടെ ഇമോഷൻസ് റിയൽ അല്ലേ? പിന്നെ എങ്ങനെയാടോ? അവനറിയാതെ അവന്റെ ശബ്ദം ഉയർന്നു. ദേവ്, കൂൾ ഡൗൺ. നാളെ നമ്മൾ തന്നെ ദുഃഖിക്കും. ഇന്ന് എടുക്കുന്ന തീരുമാനത്തെ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, അമൃത കെഞ്ചി പറഞ്ഞു. അവനൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇന്നെടുക്കുന്ന ഓരോ തീരുമാനത്തിനും ജീവിതത്തിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് അവളുടെ മനസ്സ് അവളോട് പറഞ്ഞു. അവനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നോർത്ത് അവൾ ആകെ ധർമ്മസങ്കടത്തിലായി. ദേഷ്യത്തോടെ നിൽക്കുന്ന അവനെ അരികിലേക്ക് ചേർത്ത് അവൾ പറഞ്ഞു. നാളെ നിനക്കൊരു കുടുംബാവും. അപ്പം മുതൽ ഞാൻ നിനക്കൊരു ബാധ്യതയാവും ദേവ്. നിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്നൊരു ബന്ധാ നിന്റെ അമ്മ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ നിനക്ക് ചേർന്ന പെണ്ണല്ല ദേവ്. അവൾ പഴയത് പലതും ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അമൃതേ, അതെല്ലാം എന്റെ തീരുമാനമല്ലേ? നീ എന്റെ കണ്ണിൽ നോക്കി പറ, നാളെ ഞാൻ വിവാഹം ചെയ്യണോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ടെന്ന് പറയാൻ അവളുടെ ഹൃദയം കൊതിച്ചെങ്കിലും നാവ് അതിന് വഴങ്ങിയില്ല. 1000 അമ്പുകൾ കുത്തിയിറക്കിയ വേദനയോടെ അവളുടെ ഹൃദയം പിടഞ്ഞു. ഈ നിമിഷത്തിനല്ലേ താൻ ഇത്രയും കാലം ജീവിച്ചത് എന്നുപോലും അവൾ ഓർത്തു. ഈ ഒരു ചോദ്യം കേൾക്കാനല്ലേ തന്റെ കാതുകൾ കൊതിച്ചിരുന്നതെന്ന് അവൾക്ക് തോന്നി. പക്ഷെ ആഗ്രഹിച്ചതുപോലെ ജീവിതം അവളോട് കരുണ കാണിച്ചിട്ടില്ല. ദുരിതങ്ങൾ മാത്രം തന്നെ വീണ്ടും വീണ്ടും തീ തീറ്റിക്കേ ചെയ്തിട്ടുള്ളൂ. അവൻ വീണ്ടും ചോദിച്ചു. പറ, ഞാൻ പാർവതി വിവാഹം ചെയ്യണോ? ആലോചനയിൽ നിന്നും മുക്തിയായി അവൾ അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ദേവ്. അവൻ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ അവളെ മുന്നിലേക്ക് നീക്കി നിർത്തി കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അമൃതേ, ഒരു സ്വർഗം അവന്റെ കണ്ണുകളിൽ മിന്നിമായുന്നതുപോലെ തോന്നി. അവന്റെ മുഖം വേദന കൊണ്ട് നേറി. ഇനിയൊരിക്കലും സന്തോഷകരമായൊരു ജീവിതം സാധ്യമല്ലാത്തതുപോലെ അവന്റെ കണ്ണിൽ ഇരുട്ട് നിറഞ്ഞു. അവന്റെ ഹൃദയം നുറുങ്ങി. അവൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു മറുപടിയായിരുന്നു അമൃതയുടെ അടുത്തുനിന്ന് കിട്ടിയത്. തൊണ്ടയിൽ തങ്ങിയ കരച്ചിലിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ അവൻ ചോദിച്ചു. നീ ശരിക്കും ഇതാണോ ആഗ്രഹിക്കുന്നത് അമൃത? അവൾ ഒന്നും മിണ്ടാതെ നിന്നു. അവന്റെ മുന്നിൽ വെച്ച് ഇനിയും കരയാനുള്ള ത്രാണിയില്ലാത്തതിനാൽ അവൾ നിർവികാരിയായി നിന്നു. അവൻ വീണ്ടും ചോദിച്ചു. പറ, നീ ഇതാണോ ശരിക്കും ആഗ്രഹിക്കുന്നത്? എന്റെ കണ്ണിൽ നോക്കി പറ. അവന്റെ ശബ്ദം ഉയർന്നു. ദേഷ്യവും സങ്കടവും എല്ലാം അവനെ വന്ന് പൊതിഞ്ഞു. അതെ, അവൾ അലറിപ്പറഞ്ഞു. അവന് പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവളോട് ഇനി എന്തു പറയണമെന്നും അവൻ അറിയില്ലായിരുന്നു. അവളുടെ നാവിൽ നിന്നും അങ്ങനൊരു മറുപടി അവനും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അമൃത എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. പാർവതിയോടൊപ്പമുള്ള ജീവിതം അവൻ ഒരിക്കലും സ്വപ്നം കണ്ടതല്ല. അത് അവന്റെ അമ്മയുടെ ആഗ്രഹം മാത്രമാണ്. തനിക്കതിൽ വലിയ റോളൊന്നുമില്ല. അവൻ അവന്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന പെണ്ണ് അന്നും ഇന്നും അമൃതയായിരുന്നു. അമൃത അവനിൽ സന്തോഷം നിറയ്ക്കുന്നവൾ, പ്രണയം കൊണ്ട് അവനെ വീർപ്പ് മുട്ടിക്കുന്നവൾ, ഒറ്റയ്ക്കായി പോയപ്പോൾ കൂട്ടിരിക്കാൻ വന്നവൾ, സ്വന്തം ജീവൻ മറന്നും അവനു വേണ്ടി പൊരുതുന്നവൾ, ആത്മാവും ശരീരവും അവനു വേണ്ടി തന്നവൾ. ഹൃദയം മുറിപ്പെടുന്നത് അവൾക്ക് വേണ്ടി മാത്രമാണെന്ന് അവൻ തിരിച്ചറിയായിരുന്നു. അമൃത, ഞാൻ അവസാനായി ഒന്നുകൂടെ ചോദിച്ചോട്ടെ? അവൻ ഒരിക്കൽ കൂടി ആ ചോദ്യം ചോദിക്കാനായി തുനിഞ്ഞു. വേണ്ട ദേവ്, ഇനി എനിക്ക് വയ്യ, പ്ലീസ്. അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ പോലും മടി തോന്നി. അത്രയും ആഗ്രഹിച്ചൊരു നിമിഷത്തെ മുന്നിൽ കൊണ്ടുവന്ന് തന്നിട്ടും അത് തട്ടിത്തെറിപ്പിക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗം വേറെ ആർക്കും ഉണ്ടാവരുതെന്ന് അവള് പ്രാർത്ഥിച്ചു. കരച്ചിൽ തൊണ്ടയിൽ കുടുങ്ങി മരവിച്ചു. തിരയടങ്ങാത്ത തീരം പോലെ മനസ്സ് ഏങ്ങലടിക്കുമ്പോഴും അവന്റെ മുന്നിൽ വെച്ച് ഇനി താൻ കരയില്ലെന്ന് അവള് തീർച്ചപ്പെടുത്തി. അമൃത, ഞാനിനി ഹാപ്പി ആയിരിക്കണമെങ്കിൽ നീ കരയരുത്. നമുക്കിനി ഒരിക്കലും ജീവിതമില്ല. നമുക്കൊരിക്കലും ഇനി പ്രണയിതാക്കളായി ഇരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇനി നീ എന്നെ ഓർത്ത് കരയരുത്. ഞാനൊരു കാലത്ത് ജീവൻ നൽകി പ്രണയിച്ചിരുന്ന പെണ്ണിനെ ഏറ്റവും കൂടുതൽ വെറുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഡ്രസ്സെല്ലാം റെഡിയാക്കി അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പൊ കരഞ്ഞു പോകുന്നുള്ള അവസ്ഥയില് അവളുടെ തൊണ്ടയിൽ നിന്നും സങ്കടം പുറത്തേക്ക് വരാൻ തുടങ്ങി. കണ്ണുനീർ അവളുടെ കണ്ണുകളിൽ തൂങ്ങി നിന്നു. അവൻ ഡോറിനടുത്തേക്ക് നടന്നു. അവളെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ വാതിൽ തുറന്നു. അവസാനമായി അവനോട് പോകരുതെന്ന് പറയാൻ അവളുടെ ഹൃദയം കൊതിച്ചതാണ്. പക്ഷേ യാഥാർത്ഥ്യത്തെ ഭയന്ന് അവൾ വാക്കുകൾ ഒളിപ്പിച്ചു. അവൻ വാതിൽ കടന്നു പുറത്തുപോയി അവളുടെ മുന്നിലേക്ക് ആ വാതിൽ വന്നടഞ്ഞു. അവൾ അനിയന്ത്രിതമായി നിന്ന് കരഞ്ഞു. അത്രയും നേരം അടക്കി വെച്ചിരുന്ന കണ്ണീരെല്ലാം അവൾ ഒറ്റയിരിപ്പിൽ കരഞ്ഞു തീർത്തു. മനസ്സിലെ കടൽ അവൾ പോലും അറിയാതെ സങ്കടക്കടലായി ഒഴുകുമായിരുന്നു. അപ്പോഴാണ് അവൾ ഒരു കാര്യം ഓർത്തത്. ഷർട്ട് ശരിയാക്കി അവൻ തിരിഞ്ഞപ്പോ അവന്റെ കഴുത്തിലെ നീല വെളിച്ചം അവൾ ശ്രദ്ധിച്ചിരുന്നു. നേർത്തൊരു ചെയിനിൽ കോർത്ത ആ ലോക്കറ്റ്. അവൾ അത് ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അതെ,
ഹാർട്ട് ഓഫ് ദി സീ. അവൾ അമ്പരപ്പോടെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഭാഗമായിട്ട് ഉടൻ തന്നെ വരാം. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്